നമ്മളധികം ചെറുപ്പക്കാരായ ആളുകൾക്ക് കാല് വണ്ണം കുറവും കയ്യും വണ്ണം കുറവും ഉടല് വണ്ണം കൂടുതലും. അതിന് നേതൃകരണം എന്നാണ് പറയുന്നത്. ശരീരത്തിൻ്റെ ഈ ഉടൽമ മാത്രം ഈ നമ്മളെ മറ്റുള്ള സാധനങ്ങളൊക്കെ കൊളസ്ട്രോൾ നമ്മളെ കൊഴുപ്പൊക്കെ വന്നടിഞ്ഞ് സർവ്വനാശം. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റസുഖങ്ങളൊക്കെ. അപ്പോൾ ഇത് വ്യായാമത്തിനേക്കാളും പുറമെ ഞങ്ങളൊരു സൗഹൃദ കൂട്ടായ്മ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പല സമ്മർദ്ദങ്ങളും ഇതൊക്കെ ഇറക്കി വെക്കുമ്പോൾ അത് പങ്കുവെക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന സുഖം വലുതാണ്. അപ്പോൾ ഏതായാലും അതിനു കൂടി ഒരു അവസരം ഈ കൂട്ടായ്മകൾ ഉണ്ടാവും. ഏതായാലും നടക്കുമ്പോൾ പറയെത്താൻ വേറെ പണിയൊന്നും ഇല്ല, ഒരു കൈക്കോട്ട് കഴിക്കുക സാധാരണ ഉണ്ടാകുന്ന ഒരു സംസാരമാണ്. കൈക്കോട്ട് കളിക്കണോ മറ്റതൊക്കെ വ്യത്യാസമുണ്ട്. നമ്മളെ ജനിതകപരമായിട്ടുള്ള ഓരോരോ എക്സസൈസുകളാണ് ഓടുക, നടക്കുക, ചാടുക. അത് കുറഞ്ഞു പോകുന്നതാണ് നമ്മളെ ആരോഗ്യത്തിൻ്റെയും മാനസിക പ്രശ്നങ്ങളെയും പ്രധാനം. ആരോഗ്യം മാത്രമല്ല, മാനസികമായ സംഘർഷങ്ങൾ കൂടുതലുണ്ടാവാൻ കാരണം എക്സസൈസ് ചെയ്യായിട്ട്. അത് സ്ഥിരമായി എക്സസൈസ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് മാനസികമായ സംഘർഷങ്ങളും ടെൻഷനുകളും ഒരു 100% സ്ഥിരമായി ഓടുന്ന ആളുകൾ, നമ്മളിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് വികസിത രാജ്യങ്ങളിലൊക്കെ അവർ രാവിലെ സ്ഥിര എക്സസൈസ് ചെയ്യാത്തവർ വളരെ റയറായി. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് വളരെയധികം ഒരു 90% എനിക്ക് ഗുണമുണ്ട്. ഞാൻ അതുകൊണ്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ല. പഠിക്കാനൊന്നും ഞാൻ ആയിട്ടൊന്നും പോയിട്ടില്ല. 5ാം ക്ലാസ് വരെ പഠിക്കാൻ എടുക്കുമ്പോഴത്തേക്ക് പണ്ട് കളിക്കാനും ഓടാനൊക്കെ പിന്നെ അത് പിന്നെ അതിന് പോയില്ല. പിന്നെ കുറേ നാൾ കളിയിലൊക്കെ പോയിട്ടില്ല. ഒരു 5-6 മാസം കളി പഠിക്കാനായിട്ട് കൂടെ പോയി അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ താല്പര്യം ഇതിനകത്ത് വളരെ ഉണ്ട്. ഞാൻ ഈ ഉള്ളിടത്തോളം കാലം ഉണ്ടാവില്ല, കുറേ ആളൊക്കെ ഉണ്ടാവുള്ളൂ. ഉള്ളിടത്തോളം കാലം ഞാൻ സ്ഥിരമായിട്ട് വരും. എനിക്ക് അതിനുള്ള ആരോഗ്യം അതിൻ്റെ ഒന്ന് ദ്വാ ചെയ്യും. മാലട്ട സമയത്തായിരുന്നു ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റി, കുറച്ച് ദിവസങ്ങളിൽ ഒഴിവാകാൻ പറ്റി. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൊണ്ട് ഫുള്ള് ദിവസം വരാൻ പറ്റിയിട്ടില്ലെങ്കിലും വന്ന ദിവസങ്ങൾ നല്ലൊരു എനർജി തന്നെയായിരുന്നു. ഒരുപാട് ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല മാറ്റം നമ്മുടെ ശരീരത്തിലും വന്ന്, മാറ്റി പറഞ്ഞ പോലെ തന്നെ നമ്മളെ മനസ്സിനും നല്ല മാറ്റം വന്ന് ഒരു പ്രത്യേക എനർജി നമുക്ക് എന്നും ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ കളിക്കുന്ന ദിവസങ്ങളിലൊരു പ്രത്യേകത ശരീരത്തിന് ഉണ്ടാവാറുണ്ട്. പിന്നെ ഉറക്കം കറക്റ്റായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതേമാതിരി രാവിലെ എണീക്കുന്നതും രാവിലെ ആ മടി ഇല്ലാതെ എണീക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഫീൽ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ പൊതുവെ ഞാൻ ഈ യാത്ര ബൈക്കിലാണ് എൻ്റെ കൂടുതൽ യാത്ര. വേറെ കാര്യമായിട്ടുള്ള പണി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വയറൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ അതേപോലെ ഇത് കുമ്പിട്ട് ഇരിക്കാനോ കുമ്പിട്ട് എണീക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പോൾ ഒക്കെ ഫ്രീ ആയി. ഇപ്പോൾ രാവിലെയൊക്കെ നമ്മൾ എണീറ്റ് വരുമ്പോൾ കോണിമെന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ കാലും കൈയൊക്കെ മുട്ടൊക്കെ പിടിച്ചിട്ടാണ് ഇറങ്ങി വരുന്നൊരവസ്ഥയായിരുന്നു. കാരണം തടി കൂടുതലായിരുന്നു, കാലിനും മുട്ടിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, ഭയങ്കര ആക്റ്റീവ്. നമുക്ക് തന്നെ ഇങ്ങനെ തോന്നുന്നുണ്ട്. നല്ല ചെടിക്കെടുക്കുന്ന മാറ്റാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ മുന്നോട്ടാകുമ്പോൾ മാഷ് നമ്മളൊരു തിങ്കുമ്പോൾ കുത്തുമല കൊണ്ട് കുത്തിയിട്ട് വരും. അപ്പോൾ നമ്മൾ മുന്നോട്ട് വീണ്ടും എനർജി ചെയ്താണ്. പിന്നെ നമുക്ക് ടൈം കൂടുതൽ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ എണീക്കുക, എല്ലാ കാര്യത്തിനും ടൈം, പിന്നെ ഒരു പവർ. പിന്നെ എല്ലാവരും ഇങ്ങനെ നല്ലത് രാവിലെ തന്നെ എല്ലാവരും നല്ലൊരു എനർജി കാണുമ്പോൾ തന്നെ ആ ദിവസം നല്ല പെർഫെക്റ്റാണ്. അങ്ങനത്തെ ഒരു പവർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല വെച്ചാൽ നല്ല പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നല്ലത്.